ഈ ഒരു ബ്രൗണി കഴിച്ചവരൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ 100 നാവാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യാറുള്ള എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ് ഈ ഒരു ബ്രൗണി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചോക്ലേറ്റും ബട്ടറും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് 100 ഗ്രാം ബട്ടറും ഒരു 125 ഗ്രാമോളം കുക്കിംഗ് ചോക്ലേറ്റും ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ എടുത്തതെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി വേണ്ടത് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല വലിയ 3 മുട്ട ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് പഞ്ചസാര ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒരു 3-4 പ്രാവശ്യം 2-3 പ്രാവശ്യമൊക്കെ ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് എഗ് ബീറ്റർ വേണ്ട. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മൈദക്കൂട്ടും അതുപോലെ മെൽറ്റ് ചെയ്ത ഈ ഒരു ചോക്ലേറ്റും മൊത്തത്തിലെല്ലാം കൂടെ ഒരുമിച്ചല്ല, കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളെടുത്ത മൈദയും അതുപോലെ മൈദാക്കൂട്ടും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തതും എല്ലാം തീരുന്നവരെ ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഓവനൊന്ന് ചൂടാക്കാൻ വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ അതൊന്ന് പാത്രം ചൂടാക്കാൻ വെക്കാം കേട്ടോ. 9 ഇഞ്ചിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, സ്ക്വയർ ആയിട്ടുള്ളത്. ഇതിലോട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പൊന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ഞാനിത് OTG ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ബ്രൗണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് OTG ഓവനിൽ തന്നെയാണ്. ഗ്യാസ് അടുപ്പിൽ വേണമെങ്കിലും ചെയ്യാം. ഇത് 170 ഡിഗ്രിയിൽ ഏകദേശം ഒരു 40 മിനിറ്റൊക്കെ 40-45 മിനിറ്റ് സമയം വേണ്ടി വരുന്നുണ്ട്. സമയത്തിൽ ചിലപ്പോൾ വ്യത്യാസം വരും. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. നമ്മൾ ബട്ടർ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ സൈഡിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഈസിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന കത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് വന്നിട്ടുള്ള ചോക്ലേറ്റ് പൊടിഞ്ഞു പോകാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൗണിയാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാറുള്ള ഇതാണ് കേട്ടോ അടിപൊളി എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഈസിയാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഈസിയാണ്. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ, മുകളിൽ ചോക്ലേറ്റ് ലെയറും താഴെ ഇതുപോലെയൊക്കെയാണ് വരാറുള്ളത്.